ഹലോ ഓൾ 10ാം ക്ലാസ് പരീക്ഷകളെല്ലാം കഴിഞ്ഞു. എല്ലാവരും വെക്കേഷൻ ആഘോഷിക്കുകയാണെന്നറിയാം. പക്ഷേ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാറുണ്ട്. നിങ്ങൾ +2ൻ്റെ കൂടെ ജെഇ, നീറ്റൊക്കെ പോലെ എൻട്രൻസ് എക്സാമുകൾ എഴുതി ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അല്ലാതെ 2 മാസം വെക്കേഷനൊക്കെ ആഘോഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും മറ്റുള്ള കുട്ടികളൊക്കെ പഠിച്ച് ഒരുപാട് മുന്നിൽ എത്തിയിട്ടുണ്ടായിരിക്കും. റിമെമ്പർ, ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. ഇതൊരു മത്സര പരീക്ഷയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. സോ എക്സാം യൂണിവേഴ്സൽ ഒരുമിച്ച് നടത്തുന്ന ബ്ലെൻഡഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജെഇ ബാച്ചുകളിലേക്ക്, അതായത് IIT-യിൽ എത്തണമെന്ന് സ്വപ്നം കാണുന്ന IITians ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കുള്ള ഫൈനൽ സ്കോളർഷിപ്പ് എക്സാമാണ് IIT Quest. നമ്മുടെ ജെഇ ബാച്ചുകൾ 2 ടൈപ്പാണ്. ഒന്ന് ഹോസ്റ്റൽ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലും, അതുപോലെ തന്നെ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആയിട്ടുള്ള നമ്മുടെ ബ്ലെൻഡഡ് ബാച്ചുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. സോ ഈ ബാച്ചുകളിലേക്കുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ഈ മൺഡേ ഏപ്രിൽ 6-ാം തീയതി. ഏപ്രിൽ 6-ാം തീയതി മൺഡേ ആണ് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്. എക്സാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യാം. പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. അതുപോലെ 1 മണിക്കൂർ മാത്രമാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. 45 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടാവുക. ഫിസിക്സിൽ നിന്ന് 15, കെമിസ്ട്രി 15, മാത്തമാറ്റിക്സ് 15. ഇതിൽ 9ലെയും 10ലെയും ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓവറോൾ നിങ്ങളുടെ ഒരു ബേസിക് PCM നോളജ് ടെസ്റ്റ് ചെയ്യുന്ന എക്സാം ആയിരിക്കും. സ്കോർ കറക്റ്റ് ആൻസറിന് 4 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ -1 മാർക്കും ഉണ്ടാകുന്നുള്ളത് പ്രത്യേകം ഓർക്കുക. മാക്സിമം സ്കോർ അതുകൊണ്ട് തന്നെ 180 മാർക്കാണ്. എക്സാമിൻ്റെ സമയം ഏപ്രിൽ 6-ാം തീയതി 7 PM to 9 PM ഇന്ത്യൻ ടൈം. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ഈ 2 മണിക്കൂർ വിൻഡോയിൽ 1 മണിക്കൂറിൻ്റെ എക്സാം നിങ്ങൾക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഒരാൾക്ക് ഒരു അവസരമേ ഉണ്ടാവുകയുള്ളൂ. സോ വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ സമയത്ത് തന്നെ എക്സാം എഴുതുക. GCC-യിലുള്ള കുട്ടികളൊക്കെ ടൈം നോട്ട് ചെയ്യുക. ഇന്ത്യൻ സമയം 7 to 9 ഇടയിൽ നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ. അതുപോലെ തന്നെ ഈ എക്സാമിൻ്റെ ഒരു ഓവറോൾ ഇൻസ്ട്രക്ഷൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഡിവൈസ് റിക്വയർഡ് ആണ് എക്സാം എഴുതാൻ. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് പ്രോക്ടറിങ്, ഇൻവിജിലേഷൻ നിർബന്ധമാണ്. അതുകൊണ്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ എക്സാം എഴുതുക. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. മൊബൈലിൽ എക്സാം ഓപ്പൺ ആവില്ല. ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. മൊബൈൽ ഫോൺ ഒരു സെക്കൻഡറി ഡിവൈസ് ആയിട്ട് ഇൻവിജിലേഷന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലഗ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പും അതുപോലെ തന്നെ ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലാപ്ടോപ്പിലാണ് നിങ്ങൾക്ക് അയച്ചു തരുന്ന എക്സാമിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു QR കോഡ് വരും. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഒരു ഇൻവിജിലേഷൻ ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് നമ്മുടെ സൈഡിൽ വേണം പ്ലേസ് ചെയ്യാൻ. നിങ്ങളെയും എക്സാം എഴുതുന്ന സ്റ്റുഡൻറ്റിനെയും കമ്പ്യൂട്ടറിനെയും ആ സറൗണ്ടിങ്ങും കാണുന്ന രൂപത്തിൽ കുറച്ചൊരു ഡിസ്റ്റൻസിൽ, ഒരു 1/2 മീറ്റർ ഡിസ്റ്റൻസിലെങ്കിലും സൈഡിൽ വേണം നമ്മുടെ സെക്കൻഡറി മൊബൈൽ ഫോൺ ഇൻവിജിലേഷൻ ഡിവൈസ് സെറ്റ് ചെയ്യാൻ. ആൻഡ് നിങ്ങളുടെ ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടറിൻ്റെ വെബ് ക്യാം വർക്കിംഗ് ആയിരിക്കണം. അത് റെക്കോർഡ് ചെയ്യപ്പെടും, അത് മോണിറ്റേർഡ് ആണ്. മൈക്രോഫോൺ റെക്കോർഡ് ചെയ്യപ്പെടും, മോണിറ്റേർഡ് ആണ്. നിങ്ങളുടെ സ്ക്രീൻ ഷെയറിങ്, ഫുൾ സ്ക്രീൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാലും മറ്റ് സ്ക്രീനിലേക്ക് പോയാൽ, മറ്റ് ടാബിലേക്ക് പോയാലൊക്കെ സ്ക്രീനും എന്താണ്, മോണിറ്റേർഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. എക്സാം സ്റ്റാർട്ട് ചെയ്താൽ 1 മണിക്കൂർ കൊണ്ട് വേറെ ഒരു പോസും ഇല്ലാതെ എന്ത് ചെയ്യണം, എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിസൾട്ടും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും ഓരോ കുട്ടികളുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് ഓരോരുത്തരെയും ഡയറക്റ്റ്ലി അറിയിക്കുന്നതാണ്. ഇതാണ് എക്സാമിൻ്റെ ഒരു ഓവറോൾ രൂപമെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ടെക്നിക്കലി പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള നല്ല ഇൻ്റർനെറ്റ് കണക്ഷനുള്ള സ്ഥലത്ത് തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. 2 ഡിവൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ സ്കോർ പരിഗണിക്കാൻ കഴിയില്ല. ഓഫ് കോഴ്സ് ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടും എക്സാം റിസൾട്ടിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ സ്കോറിൽ സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പേഴ്സണലി എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ ചെയ്യും. എന്നിട്ട് ആ സ്കോർ ഒറിജിനലാണ്, ജെനുവിൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അഡ്മിഷനും സ്കോളർഷിപ്പും തരുള്ളൂ. അപ്പോൾ എക്സാമിൻ്റെ ഒരു UI നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലാണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരിക. സൈഡിൽ നിങ്ങളുടെ ഫോൺ ഉണ്ടായിരിക്കണം. ആ ഫോൺ സ്കാൻ ചെയ്യാനുള്ള QR കോഡൊക്കെ ലാപ്ടോപ്പിൽ വരും. അതിനുശേഷം അത് സൈഡിൽ നിങ്ങളെ കാണുന്ന രൂപത്തിൽ ഫ്രണ്ട് ക്യാമാണ് വർക്ക് ചെയ്യുക, രൂപത്തിൽ സൈഡിൽ വെക്കണം. അപ്പോൾ ഈ 2 ക്യാമറയിലെയും ഫീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പിന്നീട് ചെക്ക് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓവറോൾ സറൗണ്ടിങ്സ് എല്ലാം കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ഈ എക്സാമിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ഏപ്രിൽ 4-ാം തീയതി ശനിയാഴ്ച രാത്രി 11 മണി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. ശനിയാഴ്ച രാത്രി 11 മണി വരെ നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഫീ 100 രൂപ മാത്രമാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ആകെ പറയാനുള്ളത് 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ സയൻസിലും മാത്തമാറ്റിക്സിലും ഒക്കെ താല്പര്യമുള്ള ക്ലാസ്മേറ്റ്സ് ആൻഡ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. XNY യൂണിവേഴ്സിൽ നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് അതുപോലെ തന്നെ ബ്ലെൻഡഡ് ജെഇ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ഫൈനൽ സ്റ്റെപ്പാണിത്. ആൻഡ് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുള്ളത്, ഏപ്രിൽ 9-ാം തീയതി ബ്ലെൻഡഡ് ബാച്ചുകളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏപ്രിൽ 20-ന് ഓൺലൈൻ ആയിക്കൊണ്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിന് വേണ്ട ഒരു ബ്രിഡ്ജ് കോഴ്സ് കാര്യങ്ങൾ സ്റ്റാർട്ടാകും. അപ്പോൾ നമ്മുടെ ബാച്ചുകളെല്ലാം ഓൾമോസ്റ്റ് ഫില്ലായി. നമ്മുടെ ഫസ്റ്റ് ബാച്ചുകൾ തുടങ്ങുകയാണ്. ആകെ ഒരു ബാച്ചേ ഉള്ളൂ, വേറെ ബാച്ചുകളൊന്നുമില്ല.
അത് ഏപ്രിൽ 9 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഫസ്റ്റ് ദിവസം തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഈ എക്സാം എഴുതിക്കൊണ്ട് അഡ്മിഷൻ വരും ദിവസങ്ങളിൽ കൺഫേം ചെയ്യാം. ഓക്കെ, സോ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫാമിലിയിലോ പരിചയത്തിലുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക. താഴെ കൊടുത്ത ലിങ്കിൽ പോയിട്ട് 100 രൂപ പേ ചെയ്തുകൊണ്ട് എക്സാമിൻ്റെ ഫീ അടച്ചുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കാൻ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചാൽ നമ്മുടെ കോഴ്സിൻ്റെ ഫീസും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, സോ താങ്ക് യു.